ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ടെസ്റ്റിലെ തോൽവി ആരാധകരെ ആകെ നിരാശരാക്കിയിരിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ മികച്ച പ്രകടനം നടത്തിയ ടീം രണ്ടാം ടെസ്റ്റിൽ നിറമങ്ങുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഈ തോൽവിയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഫൈനൽ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യ നയിച്ചത്. രണ്ടാം ടെസ്റ്റിൽ രോഹിത് ശർമ്മയും. താരത്തിന്റെ ബാറ്റിങ്ങിനുള്ള മോശം ഫോം തന്റെ ക്യാപ്റ്റൻസിയിലും അലട്ടുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. രണ്ടാം ടെസ്റ്റിലെ തോൽവിയിൽ നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയെ പ്രമുഖരെല്ലാം വിമർശിക്കുന്നുണ്ട്. പ്രമുഖ മൊഡറേറ്ററായ ആകാശ് ചോപ്ര പറഞ്ഞത് ഇങ്ങനെയാണ്: രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി നിരാശപ്പെടുത്തുകയായിരുന്നു. ട്രാവിസ് ഹെഡിനെതിരെ മികച്ച പദ്ധതികൾ മെനയാൻ രോഹിത് ശർമ്മയെ കൊണ്ട് സാധിച്ചില്ല. കൂറ്റനടികൾക്ക് മുതിർന്ന ട്രാവിസ് ഹെഡിനെ ഷോർട്ട് ബോളുകൾ കൊണ്ട് നേരിടാമായിരുന്നു. ബൗണ്ടറി ലൈനിനരികിൽ ഫീൽഡർമാരെ വിന്യസിച്ചുകൊണ്ട് ഷോർട്ട് ബോളുകൾ എറിഞ്ഞ് ട്രാവിസ് ഹെഡിനെ വീഴ്ത്താമായിരുന്നു. പിന്നീട് താരം പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യ 4 ഓവറുകളിൽ ജസ്പ്രീത് ബുംറ എറിഞ്ഞ് 1 വിക്കറ്റ് നേടിയിരുന്നു. പിന്നീട് താരത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ബോളിങ്ങിനായി കൊണ്ടുവന്നത്. രോഹിത് ശർമ്മയുടെ ഈ മോശം ഫോം ബാറ്റിങ്ങിലും അത് ക്യാപ്റ്റൻസിയിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റ് വിജയിക്കുക എന്നത് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് നിർണായകമാണ്. 6ാം നമ്പറിൽ കളിച്ച രോഹിത് ശർമ്മയ്ക്ക് മികച്ചൊരു ഷോട്ട് പോലും കളിക്കാനായിരുന്നില്ല. ആദ്യ ഇന്നിംഗ്സിൽ എൽബിയിലും രണ്ടാം ഇന്നിംഗ്സിൽ ക്ലീൻ ബൗൾഡുമായാണ് രോഹിത് ശർമ്മ മടങ്ങിയത്. സ്വിംഗിനനുസരിച്ച് പ്രതിരോധിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചില്ല എന്നതാണ് താരത്തിന് പറ്റിയ പിഴവ്. ക്രീസിൽ അധിക സമയം ചെലവിടാൻ താരങ്ങളാരും ശ്രമിച്ചില്ല. എല്ലാവരും ഷോട്ടുകൾ കളിക്കാനാണ് ശ്രമിച്ചത്. ടെസ്റ്റിൽ പിച്ചിനെക്കുറിച്ചും പിച്ചിന്റെ സ്വഭാവത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ ആദ്യം കുറച്ച് പന്തുകൾ നേരിടേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇന്ത്യൻ താരങ്ങളാരും അതിന് തയ്യാറായില്ല. അതാണ് തോൽവിക്ക് വിനയായത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർ അടുത്ത ടെസ്റ്റിൽ തിരിച്ചു വരുമെന്നും താൻ ആശിക്കുന്നുവെന്നുമാണ് താരം പറഞ്ഞത്. മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗും ഇതുതന്നെയാണ് പറഞ്ഞത്. രോഹിത് ശർമ്മയുടെ ബാറ്റിംഗിലെ മോശം ഫോമാണ് ക്യാപ്റ്റൻസിയിലും പ്രതിഫലിക്കുന്നത്. രോഹിത് ശർമ്മ മോശം ഫോമിൽ കളിക്കുന്നതിനാൽ ക്യാപ്റ്റൻസിയിൽ ശ്രദ്ധ നൽകാൻ താരത്തിന് കഴിയുന്നില്ലെന്നാണ് ഹർഭജൻ സിംഗും പറഞ്ഞത്. എന്നിരുന്നാലും അടുത്ത ടെസ്റ്റിൽ രോഹിത് ശർമ്മ തിരിച്ചു വരുമെന്നാണ് എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.